നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സസ്നേഹം സാദരം സ്വാഗതം. 1964, അതായത് ഇന്നേക്ക് ഏതാണ്ട് 60 വർഷം മുമ്പ് ഒക്ടോബർ 22-ാം തീയതിയാണ് മലയാളത്തിലെ ആദ്യത്തെ പ്രേത സിനിമയായ ഭാർഗവി നിലയം പുറത്തിറങ്ങുന്നത്. നീല വെളിച്ചം എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ കഥയെ അടിസ്ഥാനമാക്കിയാണ് ഭാർഗവി നിലയം എന്ന സിനിമയുടെ തിരക്കഥ വൈക്കം മുഹമ്മദ് ബഷീർ തയ്യാറാക്കുന്നത്. എ. വിൻസെൻ്റ് മാഷ് എന്ന മലയാളത്തിൻ്റെ അനുഗ്രഹീതനായ സംവിധായകൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഭാർഗവി നിലയം. പിന്നീട് വന്ന എല്ലാ പ്രേതങ്ങൾക്കും, എല്ലാ പ്രേതഭവനങ്ങൾക്കും, എല്ലാ പ്രേത കഥകൾക്കും ഭാർഗവി നിലയം എന്നാണ് മലയാളികൾ വിളിച്ചത്. ഒരുപാട് കാലം അടഞ്ഞു കിടക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ നമ്മളതിനെ ഭാർഗവി നിലയം എന്ന് വിളിച്ചു. ഒരുപാട് കാലം ആൾ താമസമില്ലാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഭാർഗവി നിലയം എന്ന് വിളിക്കുന്നു. ഒരു സിനിമയും അതിൻ്റെ പേരും ഉണ്ടാക്കിയ ചലനങ്ങൾ എത്രമാത്രം സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമ. ചന്ദ്രധാര ഫിലിംസിൻ്റെ ബാനറിൽ ടി.കെ. പരീക്കുട്ടിയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. പ്രേം നസീറും മധുവും അടൂർ ഫാസിയും വിജയ നിർമ്മലയും ഒക്കെ കൂട്ടിച്ചേർന്ന ഒരു വലിയ താരനിര സമ്പന്നമാക്കിയ അതിമനോഹരമായ സിനിമയായിരുന്നു ഭാർഗവി നിലയം. ഭാർഗവി നിലയം എന്ന സിനിമയുടെ തിരക്കഥയുടെ കഥയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളത്തിൻ്റെ സുൽത്താനാണല്ലോ വൈക്കം മുഹമ്മദ് ബഷീർ. കോഴിക്കോടായിരുന്നു അക്കാലത്തും അദ്ദേഹം താമസം. ഫറൂഖ് പാലത്തിൻ്റെ താഴെ അദ്ദേഹം ബസ് കാത്തു നിൽക്കുകയായിരുന്നു. തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു ഉദ്ദേശം. തൃശ്ശൂരിലൊരു പ്രസാധകനെ കാണണം. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പ്രസാധകനോട് സംസാരിക്കാനുണ്ട്. പുതിയ ചില പുസ്തകങ്ങളുടെ ഡിസ്കഷൻ നടത്താനുണ്ട്. 1960കളുടെ തുടക്കം. ബസ് നമ്മൾ വിചാരിക്കുന്ന വേഗതയിലൊന്നും വരില്ല. ബസ് കാത്തു നിൽക്കുമ്പോൾ വളരെ പെട്ടെന്നൊരു കാർ അദ്ദേഹത്തെ കടന്നുപോയി. അക്കാലത്ത് കാറുകൾ തന്നെ വിരളമാണല്ലോ. ആ കാർ റിവേഴ്സ് എടുത്ത് അദ്ദേഹത്തിൻ്റെ നേരെ വരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ അല്പം പേടിയൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം തൻ്റെ കാലൻ കുട കയ്യിലെടുത്ത് ആരാണ് കാറിൽ തന്നെ ചേസ് ചെയ്യുന്നതെന്ന് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതാ അദ്ദേഹത്തെ കാറിലേക്ക് വലിച്ചു കയറ്റുന്നു. വിളിച്ചു കൂവിയൊന്നുമില്ല. അദ്ദേഹത്തിന് അങ്ങനെ ആരെയും ഭയമൊന്നുമില്ല. അദ്ദേഹം കാറിലേക്ക് കയറി. അപ്പോൾ അതാ ഇരിക്കുന്നു പ്രശസ്ത നിർമ്മാതാവായ മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ശോഭന പരമേശ്വരൻ നായർ, തൃശ്ശൂരിലെ ശോഭന എന്ന സ്റ്റുഡിയോയുടെ ഉടമ, ഒപ്പം സിനിമാ നിർമ്മാതാവായ വി. അബ്ദുള്ളയും. രണ്ടുപേരും കൂടി തന്നെ കാറിലേക്ക് വലിച്ചു കയറ്റിയത് എന്തിനാണെന്ന് അദ്ദേഹം പരിഭവം പറഞ്ഞു. നമുക്ക് മദിരാശി വരെ ഒന്ന് പോകണം, അടിയന്തരമായി പോയിട്ട് വരണം. തൃശ്ശൂരിലേക്ക് പോകാൻ ഞാൻ ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് നിങ്ങളിങ്ങനെ എന്നെ കാറിൽ വലിച്ചു കയറ്റി മദിരാശിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്ത് അന്യായമാണിത് കാണിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന് വല്ലാതെ ദേഷ്യം വന്നു, ഒപ്പം പരിഭവവും. അദ്ദേഹം അവരോടങ്ങ് ചൂടായി. ശോഭന പരമേശ്വരൻ നായർ വളരെ പക്വതയുള്ള ആളാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ ചൂടാവുമെന്നും എല്ലാം നന്നായി അറിയുന്നയാൾ. അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിനെ സാന്ത്വനിപ്പിച്ചിട്ട് പറഞ്ഞു, മദ്രാസ് ആണെങ്കിൽ 400 മൈൽ അകലെയാണ്, തൃശ്ശൂരാണെങ്കിൽ എത്രയോ കിലോമീറ്ററുകൾ ദൂരെ. നമുക്ക് 2 ദിവസത്തിനകം മടങ്ങി വരാം. ഞാൻ മദിരാശിയിൽ വരുന്നത് വഴി നിങ്ങളെ തൃശ്ശൂരിലെത്തിക്കാം. ആ പ്രസാധകനെ കാണിക്കാം. സമാധാനമായിരിക്കും. വൈക്കം മുഹമ്മദ് ബഷീറിന് സമാധാനമായി. ഒറ്റ ഗ്യാരണ്ടി, ഒറ്റ കാര്യം മാത്രമേ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നുള്ളൂ. തനിക്ക് തൻ്റെ വീട്ടിലേക്ക് പോകണം. 2-3 ജോഡി ഡ്രസ്സ് എടുക്കണം. ഫാബി ബഷീറിനോട് കാര്യം പറയണം. അവർ അത് സമ്മതിച്ചു. നേരെ വണ്ടി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ഫാബി ബഷീറിൻ്റെ കയ്യിൽ നിന്നും 3-4 ജോഡി ഡ്രസ്സും വാങ്ങി തൻ്റെ ബ്രീഫ് കേസ് നിറച്ച് അദ്ദേഹം വീണ്ടും കാറിലേക്ക് കയറി. മദിരാശിയിൽ പോയിട്ട് വന്നിട്ട് കാണാം എന്നൊരു ടാറ്റായും പറഞ്ഞിട്ടായിരുന്നു യാത്ര. മൈസൂർ, ബാംഗ്ലൂർ വഴി മദിരാശിയിലെത്തുകയായിരുന്നു ഉദ്ദേശം. അന്ന് രാത്രി ബാംഗ്ലൂരിലെ വുഡ്ലാൻഡ്സ് കോട്ടേജിൽ ഒരു മുറിയെടുത്തു. അവിടെ അവർ കൂട്ടുകാരോടൊത്ത് രസകരമായി താമസിച്ചു. അന്ന് രാത്രി വളരെയധികം സജീവമായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകൾ കേട്ട് ശോഭന പരമേശ്വരൻ നായരും വി. അബ്ദുള്ളയും തലമറിഞ്ഞ് ചിരിച്ചു. പിറ്റേന്ന് രാവിലെ മദിരാശിയിലേക്ക് തിരിച്ചു. മദിരാശിയിൽ നിർമ്മാതാവ് വി. അബ്ദുള്ളയുടെ ഫ്ലാറ്റിൽ താമസിക്കാം എന്നായിരുന്നു കരാർ. പക്ഷേ മദിരാശിയിലെത്തിയപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന് കൊടുക്കാനുള്ളൊരു മുറി അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ചന്ദ്രധാര ഫിലിംസിൻ്റെ ഓഫീസിൽ താമസിക്കാൻ തീരുമാനിച്ചു.
ശോഭന പരമേശ്വരൻ നായർ സ്ഥിരമായി ചന്ദ്രധാര ഫിലിംസിൻ്റെ ഓഫീസിലാണ് താമസിച്ചിരുന്നത്. അന്ന് രാത്രി ശോഭന പരമേശ്വരൻ നായരുടെ മുറിയിൽ വക്കം മുഹമ്മദ് ബഷീർ കൂടി താമസമാക്കി. കൊച്ചിയിൽ വളരെ വലിയ വ്യവസായിയായിരുന്ന TK പരീക്കുട്ടി സിനിമാ നിർമ്മാതാവായി രംഗത്തെത്തുന്നത് 1954 നീലക്കുയിൽ എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരുപാട് അംഗീകാരം വാരിക്കൂട്ടിയ ചിത്രമായിരുന്നു നീലക്കുയിൽ. 1954 നീലക്കുയിൽ പുറത്തുവന്ന് 10 വർഷമാകാൻ പോകുമ്പോഴാണ് വക്കം മുഹമ്മദ് ബഷീറും ശോഭന പരമേശ്വരൻ നായരും TK പരീക്കുട്ടിയുടെ ചന്ദ്രധാര ഫിലിംസിൽ താമസത്തിനെത്തുന്നത്. ഇതിനെ വല്ലാത്തൊരു വിധിയായി പെട്ടെന്ന് പരീക്കുട്ടിക്ക് തോന്നി. പരീക്കുട്ടിയുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി RS പ്രഭുവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർമ്മാണങ്ങൾക്കെല്ലാം നിർവഹണം നിർവഹിച്ചിരുന്നത് RS പ്രഭുവാണ്. RS പ്രഭുവും TK പരീക്കുട്ടിയും വളരെ രഹസ്യമായി വക്കം മുഹമ്മദ് ബഷീറും ശോഭന പരമേശ്വരൻ നായരും അറിയാതെ ചില ചർച്ചകൾ നടത്തി. 54-ലാണല്ലോ നീലക്കുയിൽ ഇറങ്ങിയത്. ഇതാ 10 വർഷമാകാൻ പോകുന്നു. നല്ല 2 ഉരുപ്പടികളാണ് ഇപ്പോൾ ഇതായി മുറിയിൽ വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സൗഭാഗ്യം എന്ത് വേണം? വക്കം മുഹമ്മദ് ബഷീറിനെ കൊണ്ട് തീർച്ചയായും ഒരു തിരക്കഥ എഴുതിപ്പിക്കണം. ഒരു സംശയവും വേണ്ട. RS പ്രഭുവും TK പരീക്കുട്ടിയും തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ സംഭവം വക്കം മുഹമ്മദ് ബഷീറിനോട് അവതരിപ്പിച്ചു. വക്കം മുഹമ്മദ് ബഷീറിനോട് തിരക്കഥ എഴുതാൻ അറിയുന്നു. നല്ല നല്ല കഥകൾ എഴുതി മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന ആളല്ലേ വക്കം മുഹമ്മദ് ബഷീർ. പക്ഷേ TK പരീക്കുട്ടി വിട്ടില്ല. അദ്ദേഹം വക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിന്നാലെ നിന്നു. എന്തായാലും എഴുതിയേ പറ്റൂ എന്നായി. അപ്പോൾ ശോഭന പരമേശ്വരൻ നായർ ഊർജവുമായി അദ്ദേഹത്തിനൊപ്പം നിന്നു. TK പരീക്കുട്ടിയാണ് പറയുന്നത്, അദ്ദേഹം നീലക്കുയിൽ എന്ന സിനിമയുടെ നിർമ്മാതാവാണ്. നിങ്ങൾ എന്തായാലും എഴുതി നോക്കൂ, നമുക്കെല്ലാം കൂടെ ഇരുന്ന് തീരുമാനിക്കാം. ഇതിനിടയിൽ അടൂർ ഫാസി, കൊന്നനാട്, വിൻസെൻ്റ് മലയാളത്തിൻ്റെ സൗഭാഗ്യമായിരുന്ന സംവിധായകനാണ്. ഇവർ 3 പേരും അവിടെ എത്തിച്ചേർന്നു. അവരുമായുള്ള പരിചയം പുതുക്കുമ്പോൾ വക്കം മുഹമ്മദ് ബഷീറിനെ ഏതായാലും സിനിമയുടെ ഒരു മൂഡിലേക്ക് അദ്ദേഹം പതിയെ പറന്നിറങ്ങുകയായിരുന്നു. അങ്ങനെ വക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ നീല വെളിച്ചം എന്ന കഥ തിരക്കഥയാക്കാൻ തീരുമാനിച്ചു. നീല വെളിച്ചത്തെ അടിസ്ഥാനമാക്കി, ആ കഥയെ അടിസ്ഥാനമാക്കി വേറൊരു ഫോർമാറ്റിലുള്ള ഒരു സിനിമ, അതായിരുന്നു ഇവരുടെ ഉദ്ദേശം. വർഷങ്ങൾ കുറേയേറെ പിന്നിലാണ്. ഒരിക്കൽ ബഷീറിന് ഏകാന്തമായി കഥ എഴുതാൻ പറ്റിയൊരു വീട് വേണം. അദ്ദേഹം അന്വേഷണം തുടർന്നു. അങ്ങനെ ഒരു വീട് കണ്ടെത്തി. വാടക തുലവും കുറവ്, അഡ്വാൻസ് ആണെങ്കിൽ തീരെയില്ല. വീടെന്ന് പറഞ്ഞാൽ പോരാ, വല്ലാത്തൊരു വീടായിരുന്നു അത്. ഒരുപാട് മരങ്ങളുള്ള, ഒരുപാട് വസ്തുവുള്ള ഒരു വലിയ പറമ്പിൻ്റെ ഒത്ത നടുക്ക് ഏകാന്തമായി ഒരു വീട്. വീടിൻ്റെ പേര് രസകരമാണ്, ഭാർഗവി നിലയം. ഇനി എന്ത് വേണം? ബഷീറിന് സന്തോഷമായി. വീട് കണ്ടപ്പോൾ തന്നെ ഇതിനകത്തിരുന്ന് കഥ എഴുതിയാൽ കഥയും അക്ഷരവുമൊക്കെ തനിയെ തന്നെ തേടി വരുമെന്ന് ബഷീറിന് തോന്നി. അദ്ദേഹം തൻ്റെ കൂടും കുടുക്കയും തൻ്റെ പെട്ടിയും പ്രമാണവുമായി ആ വീട്ടിലേക്ക് വന്നു കയറുകയാണ്. വന്ന ഉടനെ വല്ലാത്തൊരവസ്ഥ ബഷീറിന് അനുഭവപ്പെട്ടു. ആ വീട്ടിൽ അപരിചിതമായ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ബഷീർ എല്ലാ മുറികളും തുറന്നു നോക്കി. 1-2 മുറികളുടെ താക്കോലൊഴിച്ച് ബാക്കിയെല്ലാം അവിടെ തന്നെയുണ്ട്. പെട്ടെന്ന് തൻ്റെ കാഴ്ചയിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ബഷീർ വീട് പൂട്ടി പുറത്തേക്കിറങ്ങി. തൊട്ടടുത്ത് കണ്ട ഒരു കടക്കാരനുമായി സംസാരിച്ചു. വെറുതെ താൻ ഈ വീട്ടിൽ താമസത്തിന് വന്ന ആളാണെന്നും ഈ നാട്ടിൽ നവാഗതനാണെന്നുമൊക്കെ പറയുമ്പോൾ അയാളുടെ കണ്ണ് തള്ളി. എന്താ ഇത്? താങ്കൾക്ക് എന്താണ് ജോലി? ഞാനൊരു എഴുത്തുകാരനാണ്. എന്താണ് പേര്? മുഹമ്മദ് ബഷീർ. എവിടെയാണ് സ്ഥലം? എറണാകുളത്തിനടുത്ത് വൈക്കത്ത്. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ മനുഷ്യ എന്നായിരുന്നു അവരുടെ ആദ്യത്തെ ചോദ്യം. ഇതിൻ്റെ പേര് തന്നെ ഭാർഗവി നിലയം എന്നാണ്. അതിനെന്താ എന്നായി ബഷീർ. ഇവിടെ ഭാർഗവി എന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, തൂങ്ങിച്ചത്തിട്ടുണ്ട്. അവളുടെ പ്രേതമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഈ വീട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായി ആരും താമസിക്കാൻ വരാറില്ല. നിങ്ങളോട് ആരായി വീടെടുത്തു തന്നത്? അപ്പോൾ ആ വീടെടുത്തു തന്നയാളുടെ കഥയെല്ലാം അദ്ദേഹം പറഞ്ഞു. ഭാർഗവി ഒരു പെണ്ണ് തന്നെയല്ലേ എന്നായിരുന്നു ബഷീറിൻ്റെ അടുത്ത ചോദ്യം. അതെ, സ്ത്രീ തന്നെയാണ്. കാണാൻ സുന്ദരിയാണോ? അതെ, നല്ല സുന്ദരിയായിരുന്നു. എങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഞാൻ അവളുടെ കൂടെ അങ്ങ് താമസിച്ചോളാം എന്നായി ബഷീറിൻ്റെ പറച്ചിൽ. കേട്ടവർ അത്ഭുതപ്പെട്ടു. ഒരു എഴുത്തുകാരൻ ഭാർഗവി നിലയത്തിൽ താമസിക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും ഭാർഗവി അയാളുടെ പ്രേതത്തെയും കൊണ്ട് അയാളുടെ രക്തമെല്ലാം ഊറ്റിക്കുടിച്ച് അയാളെ ഏതെങ്കിലും കരിമ്പിൻ തോട്ടത്തിൽ ഉപേക്ഷിക്കുമെന്ന കാര്യത്തിൽ നാട്ടുകാരെല്ലാം ഉറപ്പിച്ചു. അവർ എന്നും രാവിലെ ആ വീടിന് പുറത്തു വന്ന് പതിയെ കാത്തുനിന്നു. ആ എഴുത്തുകാരൻ പുറത്തിറങ്ങുന്നുണ്ടോ, അയാൾ എന്ത് ചെയ്യുന്നു,
അയാൾ പുറത്തേക്ക് ഇറങ്ങിയോ, അയാളുടെ കതക് തുറന്നോ എന്നൊക്കെയുള്ള നോട്ടവുമായി. അകത്തെന്താ നടന്നത്? രസകരമായ സംഭവങ്ങളാണ് നടന്നത്. താമസമായ ദിവസം തന്നെ ഭാർഗവി ബഷീറിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഭാർഗവി യൗവനയുക്തയായ ഒരു പെൺകുട്ടിയാണ്. അതിസുന്ദരിയാണ് ഭാർഗവി എന്ന് പറയേണ്ടതില്ല. നമ്മുടെ എല്ലാ സങ്കല്പത്തിലുള്ള പോലെ വെള്ള സാരിയും ചുവന്ന പൊട്ടും മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളുമൊന്നല്ല ഭാർഗവിക്കുള്ളത്. നല്ല സുസ്മേരവദനയായി, നല്ല സുന്ദരിയായി അതാ ഭാർഗവി നിൽക്കുന്നു. ബഷീറിന് അക്ഷരങ്ങൾക്കായി തേടിപ്പോകേണ്ടി വന്നില്ല. അക്ഷരങ്ങളെല്ലാം ബഷീറിൻ്റെ പിന്നാലെ വന്നു. അദ്ദേഹം ഭാർഗവിയുമായി ചങ്ങാത്തത്തിലായി. ഏകാന്തമായ നിമിഷത്തിൽ അദ്ദേഹം ഭാർഗവിയുമായി സംസാരിച്ചു. ഭാർഗവി അദ്ദേഹത്തോട് ഒട്ടനവധി കഥകൾ പറഞ്ഞു. അദ്ദേഹം ഭാർഗവിക്കും കുറേ കഥകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ കൂട്ടുകാരായി സസന്തോഷം ജീവിച്ചു വന്നു. നാട്ടുകാരെല്ലാം അത്ഭുതപ്പെട്ടു. നിങ്ങൾ ഭാർഗവിയെ കണ്ടോ എന്ന് ചിലർ ചോദിക്കുമ്പോൾ ഭാർഗവി എൻ്റെ കൂട്ടുകാരിയാണെന്നായിരുന്നു ബഷീറിൻ്റെ മറുപടി. ഇത് ബഷീറിൻ്റെ തന്നെ അനുഭവമാണ്. നീല വെളിച്ചം എന്ന കഥ അദ്ദേഹം എഴുതുന്നത് അങ്ങനെയാണ്. നീല വെളിച്ചമാണ് പിന്നീട് ഭാർഗവി നിലയമായി മാറിയത്. അന്ന് രാത്രി തന്നെ നീല വെളിച്ചത്തിൻ്റെ കഥ TK പരീക്കുട്ടിയും RS പ്രഭുവും കേട്ടു. ഒപ്പം ശോഭന പരമേശ്വരൻ നായരും. നീല വെളിച്ചം എന്ന് തന്നെ ഈ സിനിമയ്ക്ക് പേരിട്ടാൽ മതിയെന്നായിരുന്നു ഇവരുടെയും അഭിപ്രായം. എന്നാൽ നീല വെളിച്ചം എന്ന് പേരിടാൻ താൻ തയ്യാറല്ലെന്ന് ബഷീർ തുറന്നു പറഞ്ഞു. സംഗതി അവരൊക്കെ സിനിമാക്കാരാണെങ്കിലും ബഷീർ തനി കോഴിക്കോടുകാരനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. കഥ നടക്കുന്ന വീട്ടിൻ്റെ പേര് ഭാർഗവി നിലയം എന്നാണ്. ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ, അതായത് പിന്നീട് പ്രേതമായി മാറിയ സ്ത്രീയുടെ പേര് ഭാർഗവി എന്നാണ്. ഭാർഗവിയുടെ കഥ നടക്കുന്ന സ്ഥലം ഭാർഗവി നിലയം. അപ്പോൾ ഭാർഗവി നിലയം എന്ന പേര് മതിയെന്ന് ബഷീർ വാശി പിടിച്ചു. TK പരീക്കുട്ടിക്കും RS പ്രഭുവിനും ആ പറഞ്ഞതിൽ എന്തോ ഒരു കാതലുണ്ടെന്ന് തോന്നി. അവർ ആ പേര് സമ്മതിച്ചു. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിന് മറ്റൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ തിരക്കഥ താൻ എഴുതുന്നെങ്കിൽ കോഴിക്കോടുകാരനായ A. വിൻസെൻറ്റിനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കണം. A. വിൻസെൻ്റ് മാഷ് അവർക്ക് അപരിചിതനായിരുന്നില്ല. പ്രശസ്തനായ ജോർജ് വിൻസെൻറ്റിൻ്റെ മകനാണ് A. വിൻസെൻ്റ് മാഷ്. അദ്ദേഹം വളരെ രസകരമായ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം അതിനൊപ്പം ഫോട്ടോഗ്രാഫറുമായിരുന്നു. ജോർജ് വിൻസെൻറ്റിൻ്റെ മകനായ A. വിൻസെൻറ്റിനും അച്ഛനെ പോലെ ക്യാമറയുടെയും ഫോട്ടോയുടെയും ചില അംശങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ക്യാമറ പഠിച്ചു. മദ്രാശിയിലെത്തി. നീലക്കുയിൽ എന്ന ചിത്രത്തിൻ്റെ വർക്കിൽ സജീവമായി പങ്കെടുത്തു. ഇതിനിടയിൽ P. ഭാസ്കരൻ മാഷ് ആശുപത്രിയിലായപ്പോൾ ചിത്രത്തിൻ്റെ ക്യാമറയും ചിത്രത്തിൻ്റെ സംവിധാനത്തിനും എല്ലാം വിൻസെൻ്റ് മാഷ് സഹകരിച്ചു. അങ്ങനെ വിൻസെൻ്റ് മാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ഒരു ലോട്ടറിയായി മാറുകയായിരുന്നു. അതാണ് ഭാർഗവി നിലയം. P. ഭാസ്കരനാണ് ഭാർഗവി നിലയത്തിൻ്റെ ഗാനങ്ങൾ എഴുതിയത്. 7 മനോഹര ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയത്. ചന്ദ്രധാര ഫിലിംസിൻ്റെ TK പരീക്കുട്ടിയുടെയും RS പ്രഭുവിൻ്റെയും ഏറ്റവും അടുത്ത ആളായിരുന്നു P. ഭാസ്കരൻ. ജയകേരള മാസികയിൽ P. ഭാസ്കരൻ മാഷും ബഷീറും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള സൗഹൃദവും ഈ ചിത്രത്തിൻ്റെ പാട്ടിന് മെഴുവേകാൻ ഏറെ സഹായിച്ചു. താമസം എന്തേ വരുവാൻ, അറബിക്കടലിനൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, വസന്ത പഞ്ചമി നാളിൽ തുടങ്ങി 7 ഗാനങ്ങളും മലയാളികൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. P. ഭാസ്കരൻ മാഷിൻ്റെ ഏറ്റവും നല്ല വരികളാണ് ഭാർഗവി നിലയത്തിലെ പാട്ടുകൾ. ചിത്രത്തിലെ നായകനായ ശശികുമാറിനെ, അതായത് ഭാർഗവിയുടെ കാമുകനായിരുന്ന ശശികുമാറിനെ അവതരിപ്പിച്ചത് മലയാളത്തിൻ്റെ നിത്യഹരിത നായകനായ പ്രേം നസീറാണ്. ചിത്രത്തിലെ സാഹിത്യകാരനായി വന്നത്, അതായത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പ്രതിനിധീകരിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മധുസാറാണ്. ചിത്രത്തിലൊരു നായികയെ കണ്ടെത്താൻ ഒരുപാട് പാടുപെട്ടു. ഒടുവിൽ വാഹിനി സ്റ്റുഡിയോയിലെ പ്രൊജക്ടർ ഓപ്പറേറ്റർ മോഹൻ്റെ മകളായ വിജയ നിർമ്മലയാണ് ഈ ചിത്രത്തിലേക്ക് വേണ്ടി നായികയായി സംവിധായകനായ വിൻസെൻ്റ് മാഷ് കണ്ടെത്തിയത്. വിജയ നിർമ്മല അതിനു മുമ്പ് ഒരു തെലുങ്ക് ചിത്രത്തിൽ ആൺകുട്ടിയുടെ വേഷം അഭിനയിച്ചിരുന്നു അവരുടെ ചെറുപ്പത്തിൽ. വാഹിനി സ്റ്റുഡിയോയിലാണ് ഭാർഗവി നിലയം പൂർണ്ണമായി ചിത്രീകരിച്ചത്. തലശ്ശേരിയിലും ഏതാനും ഭാഗങ്ങൾ ചിത്രീകരിച്ചു. സിനിമയുടെ ആദ്യ ഭാഗം ആ സാഹിത്യകാരനിലാണ് ഒതുങ്ങി നിന്നത്. ചിത്രം റിലീസായപ്പോൾ ഒരു ഫ്ലോപ്പ് എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. വിൻസെൻ്റ് മാഷിൻ്റെ ആദ്യ ചിത്രം തന്നെ ഫ്ലോപ്പ് ആകുന്നത് എങ്ങനെ സഹിക്കാനാണ് മലയാളം. പക്ഷേ ഒരാഴ്ച കൊണ്ട് ചിത്രം ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരികയായിരുന്നു. 100 ദിവസം ഓടിയ ആദ്യ മലയാള ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് ഭാർഗവി നിലയത്തെ വിശേഷിപ്പിക്കാം. അതായിരുന്നു വിൻസെൻ്റ് മാഷിൻ്റെ ക്യാമറയുടെ ശക്തിയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേനയുടെ ശക്തിയും. വൈക്കം മുഹമ്മദ് ബഷീറും TK പരീക്കുട്ടിയും RS പ്രഭുവും പ്രേം നസീറും മധുവും അടൂർ ഭാസിയും കൊന്നനാടും ഒക്കെ ചേർന്ന ഒരു മാജിക്കായിരുന്നു ഭാർഗവി നിലയം.
മലയാളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ ഇന്നത്തെ ഭാഷയിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഭാർഗവി നിലയത്തെ. ഭാർഗവി നിലയത്തിൻ്റെ തിരക്കഥയുടെ കഥ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ലക്കം കാണുന്നതുവരെ നമസ്കാരം.